ആത്മാവിന്റെ നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിച്ച് സ്തുതിക്കുന്നു. നീ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നീ മനുഷ്യനെ സകല ജീവജാലങ്ങളുടെയും ഉപരിയായി സൃഷ്ടിക്കുകയും അവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും എന്നരുളി ചെയ്ത് ഏകാന്തതയിൽ നിന്ന് കൈപിടിച്ചുയർത്തി ജീവിത സഖിയെ നൽകി ആദ്യ വിവാഹം ആശീർവദിച്ചുവല്ലോ. ഇന്ന് ഞങ്ങളുടെ ഈ മകൾ ഈ സ്ഥാപിത വിവാഹാന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ ദേവാലയത്തിലേക്ക് പോവുകയാണ്. വളരെയേറെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും തിരഞ്ഞെടുത്ത വിവാഹമെന്ന ദൈവവിളിയിൽ ജീവിതാന്ത്യം വരെ തുടരുവാൻ കർത്താവേ, നീ ഈ മകളെ അനുഗ്രഹിക്കണമേ. ആദത്തിന് ഹവ്വായെയും അബ്രാഹത്തിന് സാറായെയും ഇസഹാക്കിന് റബേക്കായെയും ജീവിതസഖിയായി നൽകി അനുഗ്രഹിച്ച ദൈവമേ, ഇന്ന് വിവാഹാന്തസ്സിൽ പ്രവേശിക്കാൻ പോകുന്ന ഞങ്ങളുടെ ഈ മകൾ നീ സഭയെ സ്നേഹിച്ചതുപോലെ സഭ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം വിശ്വസ്തത പുലർത്തുന്ന, താങ്ങും തണലുമാകുന്ന, ഊണും ഉറപ്പുമാകുന്ന പങ്കാളികളായി കുടുംബജീവിതം നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കും. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ച് വധുവരന്മാരെയും കുടുംബാംഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച ഈശ്വരനാഥ, ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ മകനെയും മകളെയും നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹനാഥനായ ദൈവമേ, നിന്റെ തൃക്കരം നീട്ടി ഈ മകളെ ആശീർവദിച്ച് അനുഗ്രഹിക്കും. കുടുംബത്തിന്റെ തലവനായ മാ യോസേപ്പേ, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, സകല വിശുദ്ധരെ, ഇവരുടെ സ്വകീയ മധ്യസ്ഥരെ, ഇവരുടെ വിവാഹം ശുഭമായി തീർന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമായി തീരുവാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ പ്രാർത്ഥന പിതാവായ ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഇന്ന് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷത്തിന്റെയും അതുപോലെ തന്നെ ഒരു കുടുംബം നമ്മുടെ രീതിയിൽ വളരെ അഭിമാനത്തിന്റെയും സമയമാണ്. നമ്മുടെ ഈ മക്കളുടെ വിവാഹത്തിന്റെ അവസരത്തിൽ ഇന്നോ യുടെ ഭഗവതി പിതാവ് ചാക്കോത്തോട്ടുമാരിക്കൽ പിതാവ് നമ്മളോടൊപ്പം വരികയും ഈ കുടുംബത്തിൽ ഒരു സുഹൃത്തും ബന്ധുവും പിതാവ് പോലെ താമസിക്കുകയും സാന്നിധ്യത്തോടും പ്രാർത്ഥനയോടും ആശീർവാദത്തോടും കൂടി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ പിതാവിന് വേണ്ടി പ്രത്യേകിച്ച് ഇന്ത്യന് വേണ്ടി ആശീർവാദം ചെയ്യുന്നു. നമ്മുടെ കർത്താവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും. എല്ലാവരുടെയും പേരിൽ, നമ്മുടെ കുടുംബത്തിന്റെ പേരിൽ പിതാവിന് ഞാൻ സ്നേഹപൂർവ്വം നന്ദി പറയുകയും ചെയ്യും.
everything.